ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക്? സർ കേൾക്കുന്നുണ്ട് സർ. ഇതിപ്പോ നമ്മൾ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ചോദിക്കുന്നതെന്ന് നാളെ പറഞ്ഞാൽ രാവിലെ നില്ല, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഇത്രയും ദിവസം ഞാൻ 10-ാം തീയതി എൻ്റെ ഒരു ഗോദ്റേജിന്റെ AC മേടിച്ച് ഒരു ഹതഭാഗ്യനാ ഞാൻ. 10-ാം തീയതി ഒരു കംപ്ലൈന്റ് ഇട്ട് എൻ്റെ AC ക്ക് കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞു. ആണോ? ശരിയാണോ? 10-ാം തീയതി ഈ ഡിസംബർ 10-ാം തീയതി ഞാൻ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ടോ? ഇതിപ്പോ ഞാൻ പറയുന്നതിന് കേക്ക് മാഡം. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കേണ്ടത്? അത് നിങ്ങൾ, ഞാൻ കസ്റ്റമർ പറയുന്നതാണോ കേൾക്കേണ്ടത്? അത് നിങ്ങൾ പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത്? ഏതാ കേൾക്കേണ്ടത്? വേണ്ടാടാ, ഏതാ കേൾക്കേണ്ടത്? ഞാൻ പറ, കേൾക്കാവോ നിങ്ങൾക്ക്? അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം, പോരെ? ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ടൊന്ന് കേൾക്ക്. ഹലോ, ഇത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ കാള് കട്ട് ചെയ്യത്തില്ല. ഇന്ന് വൈകുന്നേരം ആയാലും ഞാൻ ഇതിവിടെ വെച്ചേക്കും. വേറെ ഫോണിൽ നിന്ന് എടുത്തോണ്ടിരിക്കും ഞാൻ. കേൾക്കാവോ നിങ്ങൾക്കുമല്ലോ? കേൾക്കാം സാർ, പറയൂ. അപ്പൊ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചെന്നും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും പോകത്തില്ല കാള്, കേട്ടോ? അപ്പൊ അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഞാൻ കൺസ്യൂമർ കോർട്ടിൽ ഞാനൊന്ന് പറയട്ടെ, എന്റെ കാര്യം ഒന്ന് പറയട്ടെ. 10-ാം തീയതി നിങ്ങൾക്ക് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഡിസംബർ 10-ാം തീയതി ഉണ്ടോ? അത് സാർ കുറെ പറയുന്ന ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ ഇന്നിപ്പോ 20, ഇന്ന് എത്ര ഡേറ്റ്? 21. എന്റെ സ്റ്റാറ്റസ് എന്തുവാന്ന് പറയാനാ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വായിന്നതൊന്ന് കേൾക്കട്ടെ. സാർ അത് ക്ലോസ് ആയിട്ടില്ല, പിന്നെ ഇവിടെ മെൻഷനും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കമ്പനിക്കകത്ത് ഒരു ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് തന്ന ഈ ഗോദ്റേജിന്റെ കമ്പനി അത് പരിഹരിക്കുന്ന എത്ര ദിവസിക്കാന്നൊന്ന് പറഞ്ഞു എനിക്ക്. അതിന് ദിവസം ഇല്ലയോ? നമുക്ക് അതിന് ടൈം ഒന്നും അലൗഡല്ല സാർ. അവർ കോൺടാക്ട് ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പോൾ ടൈം നിങ്ങൾക്ക് അലൗഡഡ് അല്ല. അപ്പം ഞാനൊരു സാധനം മേടിച്ച് അത് ചീത്തയായി പോയി. ഞാനിപ്പോൾ 10-ാം തീയതി ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 12 ദിവസമായി. അതിനൊരു ടൈമില്ല. ഇനിയും നിങ്ങൾക്കൊരു ടൈം പറയാനുമില്ല, അല്ലേ? അത് എത്രാം തീയതിക്കായി ശരിയാക്കി തരുമെന്ന് ഇനിയും നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ തരില്ല. എന്ന് പറഞ്ഞാൽ വാങ്ങിയവൻ ഇതുമായിട്ട് അവിടെ ഇരുന്നോണം, പെട്ട് അവിടെ ഇരുന്നോണം, അല്ലേ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? എന്താ സംഭവം? മിണ്ടാടാ, മിണ്ടാതെ. നീ എന്താ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നത് എന്തോ നീ കേട്ട് പഠി. നീ സംസാരിക്കേ, കേട്ടോ? പറ, എന്തോ വേണ്ടെന്ന് ഇനി? സാർ അതാ പറഞ്ഞത് സാർ, ഇത് ഓൾറെഡി കംപ്ലൈന്റ് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. സാർ നാളെ രാവിലെ വിളിക്കും സാറിന്. ഇവിടുന്ന് ഞങ്ങൾ കണക്ട് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കേക്കട്ടെ, ഞാൻ പറയാം. നീ എന്താ തലയിരിക്കും വാലാടുന്നു? ഞാൻ ശരി. നിങ്ങൾ ഇത് എത്ര പ്രാവശ്യം കൊണ്ട് പറയുന്നതായിട്ടാണ് നിങ്ങളുടെ അവിടുത്തെ ഓഫീസിൽ റെക്കോർഡുള്ളത്? എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നതായിട്ട് അവിടെ രേഖയുണ്ടോ നിങ്ങളുടെ ഓഫീസിൽ? അതുണ്ടോ? ഹലോ, ഓക്കെ സാർ, മനസ്സിലായി സാർ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ വിളിക്കുന്നുണ്ടോ ഇത് പറഞ്ഞുകൊണ്ട്? അതിന് രേഖയുണ്ടോ അവിടെ? അതിന് വല്ല ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതോ ഞാൻ ഒന്ന് വിളിക്കുന്നത് ചുമ്മാ അറിയാമോ? ഇല്ല സാർ, 15-ാം തീയതി 18-ാം തീയതി വിളിച്ചിട്ടുണ്ട് സാർ. 15-ാം തീയതി എന്തോ? 15-ാം തീയതി 18-ാം തീയതി ഞാൻ വിളിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ. ഇല്ല, 15-ാം തീയതി 18-ാം തീയതി വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞാ നിങ്ങളത് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാനായിട്ട്? ക്ലോസ് ചെയ്തിട്ടില്ല സാർ. അതെ. അല്ല, അന്നേരം ഈ 15-ാം തീയതി 18-ാം തീയതി പറഞ്ഞ ആൾ എന്തോ മറുപടിയാ പറഞ്ഞതെന്ന് അവരോടൊന്ന് ചോദിച്ചു. എന്നോട് എന്ത് പറഞ്ഞു? എന്തൊക്കെ മറുപടിയാ? അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ അത് കോൺടാക്ട് ചെയ്ത് അവൻ 300 രൂപയും മേടിച്ച് എനിക്ക് രസീതും തന്നിട്ടുണ്ട്, ബില്ലും തന്നിട്ടുണ്ട്. അവൻ 300 രൂപയ്ക്ക്. ഇനി ബാക്കി എത്ര രൂപ വരും ഇതിനാണ്ട് ലീക്കാന്നും പറഞ്ഞാൽ അവൻ പോയത്. ഓക്കെ, നമ്മൾ ആ ബില്ല് പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ വന്ന് അടച്ചോളാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഇത് നടക്കാതെ വന്നപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങളെ വിളിച്ചപ്പോൾ അവരെന്തോ പറഞ്ഞാൽ വിട്ടേക്കുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു ഇത് കണക്ക് ഒരു ദിവസം ഇപ്പം ഇന്ന് തന്നെ ആൾ വരുമെന്ന് പറഞ്ഞു. നാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിനടുത്ത ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തോ അറിയോ? അയാൾ വൈകുന്നേരം ആകുമ്പോൾ ഏതാണ്ട് അന്നേരം തന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കാമെന്നും പറഞ്ഞ് മണിക്ക് രാവിലെ വിളിപ്പിക്കാമെന്നും പറഞ്ഞ് ക്ലോസ് ചെയ്ത്. എന്നിട്ട് വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചെയ്തേ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ നിങ്ങളുടെ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടോ? ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല സാർ. അതെന്തുകൊണ്ടാ? അത് ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നും ചുമ്മാ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിച്ച് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വിടുന്ന പണിയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തർ ഫോൺ അറ്റൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് നാളെ ഇല്ല ഗണപതിയുടെ നാളാണൊക്കെ പറഞ്ഞങ്ങ് നിർത്തി വെക്കുന്ന പണിയേ ഉള്ളൂ. പിന്നെ ഒന്നും ഒഫീഷ്യലി റെക്കോർഡ് ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഒരു കമ്പനിയൊക്കെ നടത്തുന്ന ആളാ, അത്രയും വലുതൊന്നും അല്ലെങ്കിൽ ഒരു രേഖയില്ല അതിന്. നിങ്ങൾ ഓരോരുത്തർ നിന്ന് എവിടെങ്കിലും നിന്ന് ഓരോ ഫോൺ എടുത്തിട്ട് നാളെ വരുമെന്ന് പറഞ്ഞു. ഇതാണോ ഗോദ്റേജുകാർ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്? ആകെ അത്രേ ഉള്ളൂ.
ഇത്രയുള്ള സംഭവമേ ഉള്ളൂ. ഒരു ഒഫീഷ്യലായിട്ട് യാതൊരു റെക്കോർഡും ഇല്ല. നാളെ എല്ലാവരും എടുക്കുന്ന ഓരോരുത്തർ മാറിയും തിരിഞ്ഞ് ഒരു ദിവസം ഒരു മെയിൽ എടുത്താൽ അതിനടുത്ത ദിവസം ഒരു ഫീമെയിൽ എടുക്കും. എടുത്തിട്ട് പറയും നാളെ അല്ലെങ്കിൽ ഇത്ര മണിക്കാണ് നിങ്ങളെ തിരിച്ച് വിളിക്കുമെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് സർവീസ്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ഹയർ എക്സിക്യൂട്ടീവ് വല്ലതും ഉണ്ടോ അവിടെ? ഇപ്പം അലോഡ് അല്ല സർ. പിന്നെ എപ്പോൾ അലൗഡ് ആവും അത് പറ. നാളെ പറ്റുള്ളൂ സർ. നാളെ എത്ര മണിക്ക് അലൗഡ് ആവും പറ. നാളെ എല്ലാ ടൈമും ഉണ്ട് സർ. എല്ലാം എന്ന് പറഞ്ഞാൽ എത്ര മണി തൊട്ട് എത്ര മണി വരെ? 24/7 ആണോ? അത് 24 മണിക്കൂറും കിട്ടുമോ? നാളെ ഇന്ന് വെളുപ്പാൻ കാലത്ത് തൊട്ട് ഇന്ന് 12 മണിക്ക് ശേഷം വിളിച്ചാൽ നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ നാളെയാവും. അപ്പം നിങ്ങൾ പറയുന്ന കണക്ക് പ്രകാരമാണ് ഞാനൊരു 1 മണിക്കോ 2 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 5 മണിക്കോ 6 മണിക്കൊക്കെ വിളിച്ചാൽ കിട്ടുമായിരിക്കും അല്ലേ അയാളെ? മൺഡേ മോർണിംഗ് തൊട്ട് അലൗഡാണ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ സമയം പറയപ്പാ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വെളുപ്പം കാലത്ത് 5 മണിക്ക് വിളിച്ചാൽ അയാൾ കിട്ടും. അതും മോർണിംഗാ. 1 മണി ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ നാളെ മോർണിംഗ് എല്ലാം. അതിൽ എത്ര മണി തൊട്ട് എത്ര മണി വരാന്ന് പറ. 10 മണി കോണ്ടാക്ട് ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ എന്തോ എപ്പോൾ വിളിച്ചാൽ 10 മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? എല്ലാ ടൈമും ഉണ്ട്. എല്ലാ ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ എൻഡ് ഇല്ലയോ? സമയമില്ല. അങ്ങനെയാണ് ഇപ്പോഴും വിളിച്ചാൽ അയാളെ കിട്ടണോ? എത്ര മണി? ഞാൻ 10 മണി കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ? അതല്ല, ഈ 10 മണി തൊട്ട് എത്ര മണി വരെ അയാളുള്ള സമയം? ഈ 10 മണിക്ക് മാത്രം വിളിച്ചാലേ കിട്ടത്തുള്ളൂ, പിന്നെ വിളിച്ചാൽ കിട്ടും. എന്നിട്ട് ഞാൻ എന്തോ നിങ്ങൾ പറയുന്നതല്ല യൂട്യൂബിലോട്ട് ഇട്ട് കൊടുക്കാനായി പറയുന്നത്. അതിനാ ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. പറ കേക്കട്ടെ. 10 മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട് ടൈം? 10 മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? ഞാൻ എന്തായാലും ഇത് വാങ്ങിപ്പോയ ഒരുത്തൻ എന്തായാലും ഇത് ശരിയാക്കിയല്ല പറ്റും. നിങ്ങൾക്ക് എടുത്ത് അയ്യത്ത് കളയാൻ പറ്റത്തില്ല. 10,000 രൂപ തന്ന് മേടിച്ചല്ലേ നിങ്ങളുടെ? ബാക്കിയൊക്കെ ഞങ്ങളുടെ കയ്യിലോട്ട് ഉണ്ട്. വോൾട്ടാസ് ഒക്കെ ഉണ്ട്. എന്ത് വൃത്തിയാവന്മാർ 48 മണിക്കൂറിനാണ് റെഡിയാക്കുമെന്ന് കംപ്ലൈന്റ് ഇട്ടാൽ അത് രജിസ്റ്റർ ചെയ്ത് ആ കോഡ് ഇട്ട് കൊടുത്താലേ അവൻ്റെ കേസ് തീർത്തുള്ളൂ. ഇവിടുത്തെ ഏജന്റന്മാരുടെ ഗോദറേജിന്റെ ഫ്രിഡ്ജ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ തന്നെ ഇത്ര മണിക്കൂറിനവൻ ശരിയാക്കി തിരിച്ചവൻ കോഡ് പറഞ്ഞു ഹാപ്പി കോഡ് അവൻ കൊടുത്താലേ കേസ് ക്ലോസ് ആവും. അപ്പൊ ഈ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയേണ്ടത്. എ സിയുടെ പ്രശ്നങ്ങൾ ബാക്കി അത് കണ്ടോണ്ടാണ് ഞാൻ ഇതൊരെണ്ണം മേടിച്ചത്. വലിയ പിന്നെ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഒരെണ്ണം മേടിക്കാന്ന് വെച്ചാൽ ബാക്കിയെല്ലാം വോൾട്ടാസ് ആയിരിക്കുന്നത്. ഇത് കണക്കൊരു വൃത്തിയായിട്ട സർവീസ് ഉണ്ടോ? ഇന്നും നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതിന്റെ ശാശ്വതമായ പരിഹാരം എന്തോ നിങ്ങളുടെ മുന്നിലുള്ളത് അത് പറ. എല്ലാവരും കേൾക്കുന്നുണ്ട്. മറ്റേ ഭാഗം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. വല്ലതും കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സർ. അതാ പറഞ്ഞത് സർ. നാളെ കോണ്ടാക്ട് ചെയ്യൂ സർ. നാളെ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരാം, കണക്ട് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞു സർ. അല്ല, കണക്ട് ചെയ്ത് എനിക്ക് എന്താ തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾ ഫോണിൽ കണക്ട് ചെയ്ത് തന്നാൽ മതി. എനിക്കുള്ള എ സി ശരിയാവേണ്ടത്. അല്ല നിങ്ങളുടെ ഏജന്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറെ അല്ല നിങ്ങളുടെ പണിയുന്നവരൊക്കെ എനിക്ക് എന്തിനാ കണക്ട് ചെയ്യുന്നത്? അവൻ എൻ്റെ ആരാണ്ടത് അവനോട്ട് കണക്ഷൻ കിട്ടി ഞാൻ ഫോണിൽ കൂട്ടി സംസാരിച്ചാൽ എൻ്റെ എ സി ശരിയാവോ? സർവീസ് സെന്ററിലേക്ക് കണക്ട് ചെയ്യാനാ പറഞ്ഞേ. അതെല്ലാം ടെക്നീഷ്യൻ അല്ല, കണക്ട് ചെയ്യാം. അവിടെയാണ് സംസാരിക്കുന്നത്. എന്തിനാ എന്നെ ടെക്നീഷ്യൻ നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ ടെക്നീഷ്യൻ കണക്ട് ചെയ്യുന്നത്? എന്തിനാ ടെക്നീഷ്യനെ എല്ലാ കേസുകളും ടെക്നീഷ്യനെ കണക്ട് ചെയ്യാന്നല്ല പറഞ്ഞേ. ഇതൊക്കെ സംസാരിക്കേണ്ടത് വേറൊരു സ്ഥലത്താണ് സർ. എങ്ങനെ കംപ്ലൈന്റ് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് സർ. പ്രൊഡക്റ്റിന് എന്താ കംപ്ലൈന്റ്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇത് എന്തായെന്ന് നിങ്ങൾ ഇതിന്റെ സ്റ്റാറ്റസ് ഇന്ന് വരെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. 10-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഒരു കംപ്ലൈന്റ് ഇന്ന് 22-ആയി. എന്നിട്ട് ഞാൻ അന്വേഷിക്കാൻ നിങ്ങളല്ലേ അത് അന്വേഷിക്കേണ്ടത്? ഇത്ര ദിവസമായി നിങ്ങൾ എന്താ ചെയ്യാത്ത? എന്നിട്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ റെക്കോർഡിൽ തന്നെ ഉണ്ട്. 2 പ്രാവശ്യം ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അവനെ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവനെ? അതല്ല സർ, നമ്മുടെ ഇവിടെ എല്ലാം സംസാരിക്കേണ്ടത് അത് വേറൊരു സ്ഥലത്താണ് സർ. അവിടേക്ക് ഞാൻ നാളെ കണക്ട് ചെയ്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസം ഇരുന്നവന്മാരല്ല അവിടെ എന്തോത്തിന് ഇരുന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത് അത് അടുത്ത ചോദ്യം എൻ്റെ ഇത്രയേ ഉള്ളൂ. ഇത്രയും ദിവസം നിങ്ങളുടെ അവിടെ ഓഫീസിൽ ഇരുന്നവന്മാരൊന്നും ചുമ്മാ എന്താ ഞങ്ങളെ കളിയാക്കാന്ന് ഓരോ ദിവസം വിളിച്ചിട്ട്? സർ അതല്ല സർ, ഇത് ഓൾറെഡി കംപ്ലൈന്റ് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് സർ. എന്താ കംപ്ലൈന്റ് അത് രജിസ്റ്റർ ചെയ്ത് വിടും. അത് അതാത് സ്ഥലത്ത് അവിടെ നിന്നാണ് ഇവിടെ പോകുന്നത് സർ. ഞാൻ ചോദിക്കുന്നത് ഓക്കെ, ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ കംപ്ലൈന്റ് ചെയ്തു. 10-ാം തീയതി ആൾ വന്നു, 12-ാം തീയതി ആൾ വന്നു, 300 രൂപ തന്നു. അതിനുശേഷം ഞാൻ 17-ാം തീയതി വിളിച്ച് പറഞ്ഞു പിന്നെ ആരും വന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? വല്ല നടപടി എടുത്തോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ എന്ത് നടപടി എടുക്കണമെന്ന് ഈ പറഞ്ഞ എന്നത്തേക്ക് ഇനി നിങ്ങൾ എനിക്ക് കണക്ട് ചെയ്യൊന്നും വേണ്ട. അവൻ ഇവിടെ വന്ന് നാളെ നിങ്ങൾ ശരിയാക്കി തന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്താ വേണ്ടത് അത് പറ. നാളെ ഒറ്റ ദിവസമല്ലേ നിങ്ങൾ പറഞ്ഞു. ഇനി അത് കഴിയുമ്പോൾ നടന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്താ വേണ്ടത് അതുകൂടെ ഒന്ന് പറഞ്ഞു.
അങ്ങനെ വല്ല മാർഗമുണ്ടോ? കേൾക്കാവല്ലോ നിങ്ങൾക്ക്? മ്യൂട്ട് ചെയ്ത് വെച്ചോട്ടെ, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. നമുക്കിത് യൂട്യൂബിൽ ഇടാൻ കണ്ടന്റ് കിട്ടിയാൽ പോരെ. നീ ഇത് യൂട്യൂബിനകത്തോട്ട് ഗോദ്രേജിന്റെ AC മേടിക്കുന്ന അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് അവസ്ഥ അതിപ്പോ തന്നെ കയറ്റി വിട്ടാരെ. അമ്മമാര് പണിയാതിരിക്കും. പണിഞ്ഞില്ലേ നമ്മൾ വേറെ ആരെല്ലാം വിളിച്ച് പണിക്കും. ഇത്രയേ ഉള്ളൂ. എല്ലാം എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് വേറൊരു സാമാനം മേടിച്ചു വെക്കും. അതിൽ കൂടി അല്ലെ അവിടെ എരുത്തിലിയിൽ എടുത്ത് വെക്കുന്നു പശുവിന്, അല്ലെ അവിടെ ചാണാക്കുഴിയിൽ എടുത്തിടുന്നു. കേക്കാവല്ലോ നിങ്ങക്ക്? ഇല്ല കട്ടാവത്തില്ല. കട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. ഇന്ന് പാതിരാത്രി വരെ ആയാലും ഇത് കട്ടാവത്തില്ല. ഇതിങ്ങനെ വെക്കും. അമ്മക്ക് വേറെ ഫോൺ